ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പൊട്ടറ്റോ വറുത്തിയുടെ റെസിപ്പിയാണ്. ഈ ഒരു പൊട്ടറ്റോ വറുത്ത ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമല്ലെങ്കിൽ കുറച്ചെടുത്താലും മതി. ഇത് ഞാനിപ്പോൾ 10 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്, അത് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് മുളകാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ എരിവുള്ളതും 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു മുളകും കൂടി എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റണം. അപ്പോൾ മുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം മുളകിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. അതും നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ നേരത്തെ വെളുത്തുള്ളി കോരി മാറ്റി അതേ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് സവാളയാണ്. ഒരു വലിയൊരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ കളറൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മീഡിയം സൈസിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സവാളയും ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ സവാളയും എല്ലാം ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങും തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി അതും 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്ക് അതൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് മറ്റേ സൈഡ് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ മറ്റേ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തക്കാളിയുടെ തൊലി ഒന്ന് മാറ്റി കൊടുക്കണം. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഇതുപോലെ എടുത്ത് മാറ്റാൻ പറ്റും. ഇനി ഇതുകൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് മൊരിയിച്ചെടുക്കണം. കറിവേപ്പില ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഈ ഒരു കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. മുളകൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് വരും. പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് എല്ലാം കൂടിയിട്ട് സ്മാഷ് ചെയ്ത് കൈവച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പം കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചൂട് ആറിയതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വറുത്ത റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിനൊപ്പം നല്ല കോമ്പിനേഷനാണ്. കറിയൊന്നും വേണ്ട വേറെ. അപ്പം നമ്മൾ ചപ്പാത്തിക്കും ഈ ഒരു പൊട്ടറ്റോ വറുത്ത നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.